യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. വിഷു സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ്. വിഷു ദിനത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, കാരണം ഇത്രയും നാൾ ലൈഫിൽ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. കാരണം ഇത്രയും ദിവസം മമ്മി ഉണ്ടായിരുന്നു, കൂടെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ വിഷുവിന് ഇങ്ങനെ കണി ഒരുക്കുക, ഇല്ലെങ്കിൽ കണിക്ക് വിളക്ക് കത്തിക്കുക, അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്ന് ഫേസ് കഴുകുക, കണി കാണുക എന്നുള്ള പണി മാത്രമേ ഉള്ളൂ. അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഇങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് നോക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പം 6:30 ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ ആയിരിക്കുന്നത് കേട്ടോ. വെട്ടവും വെളിച്ചമൊക്കെ വന്നിരിക്കുന്നത്. അടുക്കളയിൽ ഒരു പരിപാടിയും തുടങ്ങിയിട്ടില്ല. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചുകൊണ്ട് തന്നെ, ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടി നോക്കിക്കൊണ്ട് തന്നെ രാവിലെ തന്നെ നമ്മുടെ ദിവസം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമല്ലേ. വിളക്കൊക്കെ കത്തിച്ചു, കണിയൊക്കെ കണ്ടു, കണി കാണിച്ചു കേട്ടോ. കണി കണ്ടവർ പിന്നെയും പോയി കിടന്ന് ഒരു റൗണ്ടും കൂടെ ഉറക്കത്തിലേക്ക് പോയി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് രാവിലെ തന്നെ കിച്ചുവേട്ടൻ എനിക്ക് കണി തരുന്ന കൈനീട്ടം തരുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരനും ഞാനും കൈനീട്ടം കൊടുക്കുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് പേരൊന്നും കൈനീട്ടം തരാനില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തങ്ങ് തൃപ്തിപ്പെടണം. അതാണ് മെയിൻ സംഭവം. അങ്ങനെ കൈനീട്ടമൊക്കെ കഴിഞ്ഞു. പുള്ളിക്കാരൻ വർക്കിന് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ ലീവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫുഡ് എടുത്തുകൊണ്ട് പുള്ളിക്കാരൻ പോവുകയാണ് കേട്ടോ. എന്ന് ഞാനിങ്ങനെ നോക്കി നിൽക്കും, എന്തെങ്കിലും ഒരു ദിവസം തിരിഞ്ഞ് നോക്കുമോ എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും നാളായിട്ടും പുള്ളി തിരിഞ്ഞ് നോക്കിയിട്ടില്ല കേട്ടോ. എന്തിനായിരുന്നു ഞാൻ അവിടെ നിന്നതെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് സൂര്യൻ ചേട്ടൻ എൻ്റെ മുഖത്തേക്ക് പ്ലച്ചന വന്നടിച്ചത് കേട്ടോ. നല്ല വെയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒരുക്കി വെച്ച കണിയുടെ സൗന്ദര്യം ഞാൻ ഒന്നും കൂടെ പോയെന്ന് ആസ്വദിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ജോലി സ്വന്തമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അത് എത്ര കണ്ടാലും മതി വരത്തില്ല എന്ന് പറയത്തില്ലേ. ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും ഇവിടെ കിട്ടാനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന കണക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 8:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ കാശിക്കുട്ടൻ ഉറക്കണീറ്റ് വന്നു. അവനെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഇനി അവനെ കുളിപ്പിച്ചിട്ട് അവൻ്റെ വിഷുക്കോടിയൊക്കെ ഉടുപ്പിക്കണം കേട്ടോ. അതൊക്കെ കുട്ടപ്പനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കണിയൊക്കെ ഒന്ന് വാരി അലമ്പാക്കാൻ വേണ്ടി മാക്സിമം അവൻ്റെ സൈഡിൽ നിന്ന് അവൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ അവിടെ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുക്കണം. അവൻ ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ആപ്പിൾ എടുക്കണം, ക്യാരറ്റ് എടുക്കണം. പിന്നെ ഇങ്ങനെ ദൈവം കോപിക്കും എന്നൊക്കെ ഞാനിങ്ങനെ ചുമ്മാ പറഞ്ഞപ്പോഴത്തേക്കും ആ എടുത്ത സാധനങ്ങൾ ഭഗവാനെ കൊണ്ട് തന്നെ കഴിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. അവന് ഈ കൃഷ്ണൻ്റെ കാർട്ടൂണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൃഷ്ണനോടൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് പുള്ളിക്കാരന്. അപ്പം അതെന്ത് പറഞ്ഞാലും അതുകൊണ്ട് ഇങ്ങനെ തമ്പാനാണ്, ദൈവമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൻ ഭയങ്കര അനുസരണയോടെ നിൽക്കുക കേട്ടോ. ഒന്നും വലിച്ച് വാരി ഇടാണ്ട്. ഇന്ന് കണ്ണ് തെറ്റി അകത്ത് കയറിയിട്ടും, റൂമിനകത്ത് ഞാൻ ലോക്ക് ചെയ്താണ് ഇടാറുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് കണ്ണ് തെറ്റി അകത്ത് കയറിയിട്ടും അവിടെ ചെന്ന് ചുമ്മാ ഇങ്ങനെ കൃഷ്ണനെ നോക്കി ആസ്വദിച്ചിരുന്നല്ലാണ്ട് അവൻ കാര്യമായിട്ട് അതിനെ ഹാം ചെയ്യുന്ന കണക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ അച്ചുവേട്ടൻ ഉറക്കൊഴിഞ്ഞിട്ട് വന്നിട്ട് അച്ചുവേട്ടൻ അവനിങ്ങനെ കൈനീട്ടം കൊടുക്കുന്നുണ്ട് കേട്ടോ. അച്ചുവേട്ടൻ എനിക്കും കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കിട്ടിയ കൈനീട്ടം എൻ്റേതായിരുന്നാൽ എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കത്തൊന്നുമില്ല. പുള്ളിക്കാരനൊരു കുഞ്ഞ് സേവിങ്സ് കണക്ക് അവൻ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷേ അതിപ്പോൾ നമുക്ക് തന്നെ വിനയായി വരുന്നുണ്ട്. കാരണം ഒരു ചില്ലറ പൈസ 1 രൂപയാണെങ്കിലും പിടിച്ച് വാങ്ങിച്ച് കണ്ടാൽ ഇടുന്നിങ്ങനെ നിർബന്ധപൂർവ്വം പറഞ്ഞ് അതിലേക്ക് ഇടിയിപ്പിക്കും കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, കുഞ്ഞല്ലേ, ഇങ്ങനെ കിട്ടുന്ന കാശൊക്കെ സേവ് ചെയ്യാൻ ഇപ്പോഴേ ഒരു മെൻറ്റാലിറ്റി വരട്ടെ എന്ന ഉദ്ദേശത്തിലാണ് ഇങ്ങനെ ഒരു കുഞ്ഞ് കുടുക്കയൊക്കെ വാങ്ങിച്ച് കൊടുത്തത്. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ അപ്പാപ്പനൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് തന്ന് എനിക്കൊരു ശീലമായിട്ടുണ്ട് കേട്ടോ. കണ്ട എൻ്റെ കയ്യിൽ പൈസ ആയിരുന്നപ്പോൾ പിന്നെയും പോയവൻ അതേ സ്പോട്ടിൽ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് പിടിച്ച് വാങ്ങിച്ച് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു ചില്ലറ പൈസ കിട്ടിയാൽ പോലും വാങ്ങിച്ചുകൊണ്ട് വന്ന് ആദ്യം ഓടിക്കൊണ്ട് റൂമിൽ കയറിയിട്ട് ആദ്യം ഈ പെട്ടി എടുത്ത് അതിലിങ്ങനെ ഇടുമ്പോഴാണ് അവനൊരു സമാധാനം കിട്ടുന്നത്. അത് അവന് തന്നെ ഇടണം. നമ്മളങ്ങാണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടന്ന് പിന്നെ അലമ്പായിരിക്കും. ആകെ കൂടെ മൊത്തത്തിൽ അലമ്പും ബഹളമായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഇനി എനിക്ക് നല്ല പരിപാടിയുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. കിച്ചൺ ക്ലീൻ ചെയ്യണം, ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യണം. എങ്ങനെ ചെയ്യണം, ഏത് ചെയ്യണം, എവിടെ ചെയ്യണമെന്നൊരു പിടുത്തല്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യാമെന്ന്. അപ്പോഴത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പൊന്നുപുത്രൻ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഇരുന്ന് ബോറാകുമ്പോഴത്തേക്കും ആ ഒരു സമയത്താണ് ഇങ്ങനെ ഷാമിലിയും കുഞ്ഞും കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. അവൾ കൈനീട്ടം തരാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ അവളുടെ വകയും കാശിക്കൊടുന്ന കൈനീട്ടം കിട്ടി. അത് കിട്ടുമ്പോഴും നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും കാശ് ഇതേ ഓടുന്നത് എങ്ങോട്ടാണെന്ന്. നേരെ എനിക്കും കൈനീട്ടം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അതും കണ്ടു. കിച്ചുവേട്ടനുള്ള കൈനീട്ടം അവൾ എന്നെ ഏൽപ്പിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം പുള്ളിക്കാരൻ വർക്കിന് പോയല്ലോ. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇതേ കാശി ഓടുന്നത് കുടുക്ക എടുക്കാനാണ് കേട്ടോ. ആ കുഞ്ഞ് കുടുക്ക അതെടുക്കാൻ വേണ്ടി ഓടുന്നതാണ്. നേരെ പോയി ബെഡിൽ അത് വെച്ച് കൊടുക്കണം. അവൻ തന്നെ സ്വന്തമായിട്ട് അതിലോട്ടിടുക കേട്ടോ. പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അവിടെ എവിടെയും കളഞ്ഞിടുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയും വരുന്നുണ്ട്. പിന്നെ അവരുമായിട്ട് കുറച്ച് നേരം കൊഞ്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് നിന്നിട്ട് അവളങ്ങ് പോയി കേട്ടോ. ഷാമിലി അവളുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാനായിട്ട് അവളങ്ങ് പോയി. അതിൻ്റെ ഇടയ്ക്കായിട്ട് അച്ചുവേട്ടൻ അവൾക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അവളും തിരിച്ച് കൈനീട്ടവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഇവിടെ ഇങ്ങനെയൊക്കെ കാണുന്നത് നല്ല റെയറായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വലുതായി കഴിഞ്ഞാൽ ആര് കൈനീട്ടം തരാൻ എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മൾ കൊടുക്കുക മാത്രമല്ലേ ചെയ്യുള്ളൂ. പിന്നെ പെട്ടെന്ന് തന്നെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു വയ്ക്കാൻ തുടങ്ങി കേട്ടോ. ഇനി കളിച്ച് നിന്നാൽ സമയം പോകും, കാരണം 11:10 കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ആവശ്യത്തിനുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ തേങ്ങയൊക്കെ തിരുവി വെച്ചു. പിന്നെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് നല്ല ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഞാൻ പായസത്തിൻ്റെ പരിപാടി ആയപ്പോഴത്തേക്ക് ഞാൻ നല്ല ടയേർഡായി ഗൈസ്. പിന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതാ ഏകദേശം 1 മണി കഴിഞ്ഞു കേട്ടോ. പിന്നെ സദ്യയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫുഡൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. കാശിക്കൊണ്ട് ജസ്റ്റ് കുറച്ച് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ പുള്ളിക്കാരനൊരു പപ്പടം മാത്രം കഴിച്ചിട്ടിരുന്നു, കാരണം എല്ലാവരും കൂടെ വൈകുന്നേരം വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ വൈകുന്നേരം വന്ന് ഫുഡൊക്കെ കഴിച്ച്, സത്യം പറഞ്ഞാൽ വിശന്നിരുന്നിട്ട് കഴിച്ചപ്പോൾ പെരുമ്പാമ്പായി ഗൈസ്. ഫുഡൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റുള്ളതാണൊക്കെ തോന്നി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, നല്ല ടേസ്റ്റായിട്ടൊക്കെ എനിക്ക് തോന്നി. പിന്നെ ഫുഡൊക്കെ അടിച്ചിട്ട് കുറച്ച് പേര് പോയി കിടന്നുറങ്ങി. ഞാൻ പിന്നെ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നു. അത്രയൊക്കെയാണ് വിഷുദിനത്തിലെ ഡേ ഇൻ മൈ ലൈഫായിട്ട് എനിക്ക് തോന്നുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.